സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിന്റെ വാർത്തകൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക സ്പെഷ്യൽ ഡ്രൈവുമായി പോലീസും എക്സൈസും. പോലീസിന്റെ ഡി-ഹൺ സ്പെഷ്യൽ ഡ്രൈവിൽ 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7307 പേരെ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ ലഹരി മരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ 2 പേർ ഇന്ന് പിടിയിലായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളും എക്സൈസ് ഇന്ന് പുറത്തുവിട്ടു. ദിനംപ്രതി ലഹരി കേസുകളും ലഹരിക്ക് അടിമപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലഹരി വ്യാപനം പ്രതിരോധിക്കാൻ എക്സൈസും പോലീസും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത്. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി-ഹണ്ട് നടപ്പാക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 70,277 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 7307 പേരെ അറസ്റ്റ് ചെയ്തു. 3.952 കിലോ MDMA, 461.523 കിലോ കഞ്ചാവ്, 5132 എണ്ണം കഞ്ചാവ് ബീഡികളും പിടികൂടി. കൊച്ചി നഗരത്തിൽ പോലീസിന്റെ വ്യാപക പരിശോധനയിൽ കുടുങ്ങിയത് 250-ലേറെ പേരാണ്. ലഹരി മരുന്ന് കൈവശം വെച്ച 36 പേർ പിടിയിലായി. മദ്യപിച്ച് വാഹനമോടിച്ച 151 പേർ പരിശോധനയിൽ കുടുങ്ങി. ലഹരി മരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ പറവൂർ സ്വദേശികളായ 2 പേർ കൊച്ചിയിൽ പിടിയിലായി. ഇതിനിടെ കണ്ണൂർ പുല്ലൂപ്പിയിൽ ലഹരി വിൽപ്പനക്കാരനെ വീട് വളഞ്ഞ് എക്സൈസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. പുല്ലൂപ്പി സ്വദേശി റോയിയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. സ്ഥിരമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ 47 ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയാണ് കോഴിക്കോട് ജില്ലയിൽ എക്സൈസ് പുറത്തുവിട്ടത്. എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും നമ്മളിപ്പോൾ ശക്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ധാരണകളുണ്ട്. അതിൽ ഈ ഹോട്ട്സ്പോട്ടുകളായ പ്രദേശത്ത് തന്നെ ഈ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുള്ള അതിനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അതിൻ്റെ നീക്കങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 എക്സൈസ് റേഞ്ചുകളിലായാണ് 47 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത്. നിലവിൽ 516 പരിശോധന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തി. ഇതിൽ 15 എണ്ണം പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയതാണ്. 57 NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട താമരശ്ശേരി റേഞ്ചിൽ 8 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇവിടെ നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.